ഞാനാ പറഞ്ഞത്. ഓക്കെ. ഇവിടെയാണ് അവർക്ക് കൺഫ്യൂസിങ് ആയി പോയത്. ഇതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ് കേട്ടോ. നമ്മള് GSTയുടെ കൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്തത് ചൈനയിൽ നിന്നാണ്. പക്ഷെ നമ്മൾ കൂടുതലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ളതാണ് GSTയുടെ ഇത് ബിഫോർ ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇതാണ്. സ്ക്രീൻ കാണുന്നില്ലല്ലോ. ആർക്കും കാണാൻ പറ്റുന്നില്ലേ? ഇല്ല, ഫോൾഡർ ജസ്റ്റ് കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ആർക്കും കാണാൻ പറ്റുന്നില്ല? ഇല്ല, എനിക്ക് കാണാം. ഇല്ല, കാണാൻ പറ്റില്ല. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? ഇല്ല, ഇല്ല, ഫുൾ ബ്ലാങ്ക്, ഇരുട്ടാ. ഇല്ല ഇല്ല ഇല്ല. ചെയ്യാനാണ് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? ഇല്ല. നടുക്കൊരു സാധനം കറുത്ത് ചുരുണ്ടി വേറൊന്നും വേണം. അമ്മോ, അങ്ങനെയാണ്. ഇപ്പൊ കാണാം. ഇപ്പൊ കാണാം. ഓക്കെ. ഓക്കെ, റെക്കോർഡ് ആവുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ കാണാലോ സ്ക്രീൻ? നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് രജിസ്ട്രേഷൻ ഉണ്ട്. കമ്പൽസറി രജിസ്ട്രേഷനും വോളണ്ടറിയും. കമ്പൽസറി ആപ്ലിക്കബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ 40-20 ആണ്, ഗുഡ്സും സർവീസിനും. പിന്നെ കുറച്ച് സ്റ്റേറ്റ്സിന് എക്സെപ്ഷൻ ഉണ്ട്, 20-ഉം 10-ഉം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു GSTIN നമ്പർ കിട്ടും അല്ലെ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നമ്പർ കിട്ടും. ആ നമ്പർ എന്ന് പറയുന്നത് ഒരു 15 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് കോഡായിരിക്കും കിട്ടുന്നത് നമുക്ക്. അതിന്റെ ഫസ്റ്റ് കോഡ് കണ്ടോ, 32 കൊടുത്തേക്കുന്നുണ്ടോ?
ഇപ്പൊ സ്ക്രീനിൽ 32 കൊടുത്തിരിക്കുന്ന അതൊരു സ്റ്റേറ്റ് കോഡാണ്. ഇപ്പൊ നമ്മളുടെ കേരളത്തിന്റെ കോഡാണ് 32 സ്റ്റേറ്റ് കോഡ്. അപ്പം നിങ്ങൾക്ക് എക്സാമിനും നിങ്ങൾക്ക് ബില്ലുകളിലും ഒക്കെ 19 ആയിരിക്കും 19. അത് വെസ്റ്റ് ബംഗാളിന്റെ കോഡാണ്. കേരളത്തിന്റെ GSTIN നമ്പറിന്റെ സ്റ്റേറ്റ് കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 32-ലായിരിക്കും. പിന്നീട് വരുന്ന ADVPM6036E കണ്ടോ, ഇതൊരു ആൽഫാന്യൂമറിക് 10 ആൽഫാന്യൂമറിക് കോഡല്ലേ. അതെന്ന് പറയുന്നത് നമ്മുടെ പാൻ കാർഡിൻ്റെതായിരിക്കും. ഇനി പാൻ കാർഡിന് ഒരു പ്രത്യേകതയുണ്ട്. പാൻ കാർഡിന്റെ ആദ്യത്തെ 3 ഡിജിറ്റ് കണ്ടോ, ADV, അത് ഇൻകം ടാക്സ് ഇഷ്യൂ ചെയ്യുന്ന സീരിയൽ കോഡാണ്. AAA, ABC, BBC ഇങ്ങനെ സീരിയൽ കോഡ് വരത്തില്ലേ, ആ സ്റ്റാർട്ട് ചെയ്യുന്ന സീരിയൽ കോഡാണ് ADV എന്ന് കൊടുത്തേക്കുന്നത്. നാലാമത് വരുന്ന P, പാൻ കാർഡിന്റെ നാലാമത്തെ ലെറ്റർ ആയ P റെപ്രസെന്റ് ചെയ്യുന്നത് ഇതൊരു ഇൻഡിവിജ്വലിന്റെ പാൻ കാർഡാണ്. P for person, അതായത് നമ്മളെ പോലുള്ള ഏതോ ഒരു ഇൻഡിവിജ്വലിന്റെ പാൻ കാർഡാണ് P. P എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആയതുകൊണ്ടാണ് ആ നാലാമത്തെ ലെറ്റർ P വന്നത്. കമ്പനി ആണെങ്കിൽ C, ഗവൺമെന്റ് ആണെങ്കിൽ G, ഫേം ആണെങ്കിൽ F, പാർട്ണർഷിപ്പ് ഫേമിന്റെ പാൻ കാർഡ് ആണ് എങ്കിൽ ആ നാലാമത്തെ ലെറ്റർ F ആയേനെ, പാർട്ണർഷിപ്പ് ഫേമിന്റെ ആണെങ്കിൽ. അപ്പൊ ആ നാലാമത്തെ ലെറ്റർ കാണുമ്പോൾ, ഒരു പാൻ നമ്പറിന്റെ നാലാമത്തെ ലെറ്റർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇൻഡിവിജ്വലിൻ്റെതാണോ അതോ എന്താണ് ഫേമിൻ്റെതാണോ കമ്പനിയാണോ ഗവൺമെന്റ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന നാലാമത്തെ ലെറ്റർ P ആണ്. P റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിനെയാണ്. ഓക്കെ, ഇനി 5th ലെറ്റർ കണ്ടോ, M. M എന്ന് പറയുമ്പോൾ അയാളുടെ പേരിന്റെ അല്ലെങ്കിൽ സർനെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും 5th വരുന്നത്. ഇപ്പൊ എന്റെ ജയലക്ഷ്മി R, ഒന്നുകിൽ എന്റെ പാൻ കാർഡിന്റെ അതിനകത്ത് വരുന്നത് 5th വരുന്നത് J ആയിരിക്കും, അല്ലെങ്കിൽ വരുന്നത് R എന്നുള്ള ലെറ്റർ ആയിരിക്കും. അപ്പൊ നമ്മുടെ പേരിന്റെ അല്ലെങ്കിൽ സർനെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും 5th വരുന്നത്. 4th വരുന്ന സാധനം P for ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ കമ്പനി ആണെങ്കിൽ C, ഗവൺമെന്റ്, അങ്ങനെ ഓരോ എൻറ്റിറ്റീസിനെ റെപ്രസെന്റ് ചെയ്താണ് നാലാമത് വരുന്നത്. അപ്പോ 4ഉം 5ഉം പാൻ കാർഡിന്റെ 4ഉം 5ഉം ആൽഫബറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അതൊരു ഇൻഡിവിജ്വലിന്റെ ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ്. ആ ഇൻഡിവിജ്വലിന്റെ പേരിന്റെ അല്ലെങ്കിൽ സർനെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ഇന്നതാണ്. പിന്നീട് വരുന്ന 6036E, ഈ കോഡ് കണ്ടോ. പിന്നീട് വരുന്ന, അതായത് 5ാമത്തെ ആൽഫബറ്റ് കഴിഞ്ഞു വരുന്ന 4 ന്യൂമറിക് ആയിരിക്കും വരുന്നത്. അതെപ്പോഴും ന്യൂമറിക് ആയിരിക്കും. അതെത്ര ആണെന്ന് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത 4 ഏതെങ്കിലും ഡിജിറ്റ് ആയിരിക്കും അവര് ഇടുന്നത്. ഏറ്റവും ലാസ്റ്റ് വരുന്ന E, അതും ഇൻകം ടാക്സ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ആ ഇക്ക് നമുക്ക് പ്രത്യേകിച്ച് എന്താണ് അവിടെ മീൻ ചെയ്യുന്നതെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പാൻ നമ്പറിനകത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് 4th ആൽഫബറ്റും 5th ആൽഫബറ്റും ആണ്. 4th ആൽഫബറ്റ് ഏത് എൻറ്റിറ്റി ആണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 5th ആളുടെ പേരിന്റെ അല്ലെങ്കിൽ സർനെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ 10 ആൽഫ ന്യൂമറിക് കോഡാണ് പാൻ. അപ്പൊ GST നമ്പറിൽ GST രജിസ്റ്റർ ചെയ്യുന്ന ഒരാളിന് ഫസ്റ്റ് ഡിജിറ്റ് 2 എണ്ണം സ്റ്റേറ്റ് കോഡ് ആയിരിക്കും കിട്ടുന്നത്. പിന്നീട് വരുന്ന 10 എണ്ണം ആൽഫ ന്യൂമറിക് കോഡ് വരുന്നത് പാൻ കാർഡിന്റെ ആൽഫ ന്യൂമറിക് കോഡ് ആയിരിക്കും വരുന്നത്. പിന്നീട് വരുന്ന 1, നമ്പർ ഓഫ് ബ്രാഞ്ചസ് കണ്ടോ. ഇപ്പൊ ഇവിടെ വന്നേക്കുന്ന 1 എന്നാണ്. അപ്പം ഈ ഞാനൊരു ബിസിനസ് തുടങ്ങാണ്, എനിക്ക് ഒരു ബ്രാഞ്ചേ ഉള്ളൂ എങ്കിൽ 1. 2 ബ്രാഞ്ച് ഇതേ സെയിം പാൻ കാർഡിൽ തന്നെ 2 ബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്നത് 2. മനസ്സിലായോ? അപ്പൊ 1, 2, 3 ആ നെക്സ്റ്റ് വരുന്നത് നമ്പർ ഓഫ് ബ്രാഞ്ചസിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് നമ്പർ. അതായത് 13ാമത് വരുന്നത് നമ്പർ ഓഫ് ബ്രാഞ്ചസിന്റെ എണ്ണമായിരിക്കും വരുന്നത്. 14ാമത് വരുന്നത് Z എന്നുള്ള ആൽഫബറ്റ് ആണ്. അത് ഡിഫോൾട്ട് ആയിട്ട് എല്ലാത്തിനകത്തും Z തന്നെ ആയിരിക്കും വരുന്നത്. ഇനി Hഉം GSTN നമ്പറിനെ റെപ്രസെന്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ 15 ആൽഫ ന്യൂമറിക് കോഡില് ഫസ്റ്റ് 32 എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോഡാണ്. പിന്നീട് വരുന്ന 10
ആൽഫബറ്റും ന്യൂമറിക്കൽ പാൻ ആണ്. പിന്നീട് വരുന്ന 1 നമ്പർ ഓഫ് ബ്രാഞ്ചസ് ആണ്. ഇസഡ് ഡിഫോൾട്ട് ആണ്. HGSTN നമ്പർ. അപ്പൊ ഇത്രയാണ് GSTN നമ്പറിന്റെ എക്സ്പ്ലനേഷൻസ് കേട്ടോ. അപ്പൊ എഴുതിക്കോ ഇത്. നമ്മുടെ കേരളത്തിന്റെ സ്റ്റേറ്റ് കോഡ് ആണ് 32 കേട്ടോ. ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ ജി ഗവൺമെന്റിന് ജി ഏതാ പാൻ ആണോ ഉദ്ദേശിച്ചത്? പിക്ക് പകരം ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ ഏതക്ഷരം? ജി ജി ആണെന്ന് തോന്നുന്നു. കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. അത് ജി ആണെന്ന് തോന്നുന്നു. ഫുള്ള് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? യെസ്, കാണാറുണ്ട്. ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് രജിസ്ട്രേഷൻ തന്നെ. നമ്മൾ പറഞ്ഞു വോളണ്ടറി ആയിട്ടോ കമ്പൽസറി ആയിട്ടോ രജിസ്ട്രേഷൻ ചെയ്യാം അല്ലെ? അത് റെഗുലർ ടൈപ്പ് രജിസ്ട്രേഷൻ. ഇനി റെഗുലർ ടൈപ്പ് രജിസ്ട്രേഷൻ അല്ലാതെ വേറൊരു രജിസ്ട്രേഷൻ കൂടെ ഉണ്ട്. അതിനെയാണ് നമ്മൾ കോമ്പോസിഷൻ ഡീലർ, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കോമ്പോസിറ്റ് ഡീലർ, കോമ്പോസിറ്റ് സ്കീമിൽ രജിസ്റ്റർ ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? GST കഴിഞ്ഞവരൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഐശ്വര്യ, കീർത്തിയൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റെഗുലർ ഡീലറും ഉണ്ട്, കോമ്പോസിറ്റ് ഡീലറും ഉണ്ട്. അതായത് നമുക്ക് രണ്ട് രീതി രജിസ്റ്റർ ചെയ്യാം. രണ്ട് രീതിയിൽ എന്ന് പറയുമ്പോൾ വോളണ്ടറിയും കമ്പൽസറിയും അല്ല. അത് റെഗുലർ ഡീലേഴ്സിനുള്ള രണ്ട് ഓപ്ഷൻസ് ആണ്, വോളണ്ടറിയും കമ്പൽസറിയും. റെഗുലർ ടൈപ്പ് രജിസ്ട്രേഷനും കോമ്പോസിറ്റ് ഡീലറിന്റെ രജിസ്ട്രേഷനും ഉണ്ട്. റെഗുലർ രജിസ്ട്രേഷനും കോമ്പോസിഷൻ സ്കീമിലുള്ള രജിസ്ട്രേഷനും. അപ്പൊ എന്താണ് ഇതിന്റെ ഡിഫറൻസ്? ഓക്കെ, കോമ്പോസിറ്റ് ഡീലർ, റെഗുലർ ഡീലർ എങ്ങനെയാണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ട്രേഡ് ചെയ്യുന്ന ഒരു റെഗുലർ ഡീലർ ആണെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കാം. അത് ടേൺ ഓവർ ലിമിറ്റ് കഴിഞ്ഞാൽ കമ്പൽസറി രജിസ്ട്രേഷൻ, ടേൺ ഓവർ ലിമിറ്റിന് താഴെയാണെങ്കിൽ വോളണ്ടറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ചെയ്യാം. അത്രേ ഉള്ളൂ അല്ലെ? ഇനി കോമ്പോസിറ്റ് ഡീലർ എന്ന് പറയുമ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാൾക്കും കോമ്പോസിറ്റ് ഡീലറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഗുഡ്സ് ട്രേഡ് ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് മാത്രമേ കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്യാൻ പറ്റൂ. അതായത് 1.5 crore താഴെ ടേൺ ഓവർ ഉള്ള ട്രേഡിംഗ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ റെഗുലർ ഡീലർ ആയിട്ടോ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഡീലർ ആയിട്ടോ രജിസ്റ്റർ ചെയ്യാം. രണ്ട് ഓപ്ഷൻസ് കൊടുക്കുകയാണ് നമ്മളുടെ ഗവൺമെന്റ്. എന്തിനാണ് അങ്ങനെ ഓപ്ഷൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ,
കോമ്പോസിറ്റ് ഡീലേഴ്സിന് മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒന്ന്. പിന്നെ അവർക്ക് ആനുവൽ ടേൺ ഓവറിന്റെ 1% ഫോർ ട്രേഡേഴ്സിനും 2% ഫോർ മാനുഫാക്ചേഴ്സിനും. അത് കറക്റ്റ് ആയിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം. 1 or 2 1 എന്ന് ആലോചിച്ചോ. അതായത് അവരുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 1 or 2% മാത്രം അവര് GST ആയിട്ട് പേ ചെയ്താൽ മതി. റെഗുലർ ഡീലേഴ്സിനെ പോലെ പർച്ചേസ് ചെയ്യുന്ന എല്ലാത്തിനും ടോട്ടൽ എത്രയാണോ വരുന്നത് ആ ടോട്ടൽ എമൗണ്ട് അല്ല അവർ GST ആയിട്ട് പേ ചെയ്യേണ്ടത്. കോമ്പോസിറ്റ് ഡീലേഴ്സിന് കൊടുക്കുന്ന ഒരു ഓഫർ ആണ്. ഓഫർ ഇതാണ്, അവരുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 1 or 2% മാത്രം അവര് എന്തായിട്ട് അടച്ചാൽ മതി? GST ആയിട്ട് പേ ചെയ്താൽ മതി. പക്ഷേ കോമ്പോസിറ്റ് ഡീലർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ കുറെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. 10 minutes തീരും എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്ന് ലോഗിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോ പറയുന്ന കണ്ടീഷൻസ്, ഫസ്റ്റ് കണ്ടീഷൻ ട്രേഡിംഗ് ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കണം. ട്രേഡിംഗ് എന്നല്ല, മാനുഫാക്ചേഴ്സിനും പറ്റും കേട്ടോ. ഗുഡ്സ് ആണ് ഉദ്ദേശിച്ചത്. ഗുഡ്സ് ട്രേഡ് ചെയ്യുന്ന ആളായിരിക്കണം. സർവീസിന് പറ്റില്ല ചൂസ് ചെയ്യാൻ. ഗുഡ്സ് ട്രേഡ് ചെയ്യുന്ന ആളായിരിക്കണം. മാനുഫാക്ചേഴ്സിനും പറ്റും, കുഴപ്പമില്ല. 1.5 crore താഴെ ആയിരിക്കണം അവരുടെ ആനുവൽ ടേൺ ഓവർ. ഇനി നമ്മൾ പറയുന്ന ആ കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒറീസ, മിസോറാം, മേഘാലയ, പെർ ക്യാപിറ്റ ഇൻകം കുറഞ്ഞ കുറച്ച് നോർത്ത് സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, അവർക്കാണെങ്കിൽ 1.5 crore അല്ല 75 lakhന് താഴെയാണെങ്കിൽ അവർക്ക് കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്യാം. അപ്പൊ കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്യാൻ ഓപ്ഷണൽ ആണ്. ഇപ്പൊ എന്റെ ടേൺ ഓവർ എത്രയാ, ഒരു 50 ലക്ഷമേ ഉള്ളൂ അല്ലെങ്കിൽ 55 ലക്ഷമേ ഉള്ളൂ എന്നിരിക്കട്ടെ. റെഗുലർ വേണോ കോമ്പോസിഷൻ വേണോ എന്നുള്ളത് ചൂസ് ചെയ്യുന്ന എന്റെ ഇഷ്ടമാണ്. അപ്പൊ കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് ടാക്സിനകത്ത് ഒരു കുറവൊന്നും വരുത്തില്ല. പ്രത്യേകിച്ച് ടാക്സിനകത്ത് ഒരു ഇളവോ കുറവോ ഒന്നും കിട്ടുന്നില്ല. കിട്ടുന്ന ഒരു ബെനഫിറ്റ് ഇതാണ്, അതായത് പണ്ട് തൊട്ടേ ട്രേഡ് ഒക്കെ ചെയ്യുന്ന, പണ്ട് തൊട്ടേ പാരമ്പര്യമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യാനും പേപ്പർ വർക്കുകൾക്ക് വേണ്ടിയിട്ട് കാശ് കൊടുക്കാനും ഓഡിറ്റും അക്കൗണ്ട്സിന് വേണ്ടിയിട്ട് കാശ് കൊടുക്കേണ്ട കാര്യമില്ല. ക്വാർട്ടർലി ആണ് അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അതായത് അവർ 3 മാസം കൂടുമ്പം റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. മന്ത്ലി അവർ പക്ഷെ പേ ചെയ്യണം GST, അങ്ങനെയല്ല, മന്ത്ലി പേ ചെയ്യണം. അപ്പൊ പേപ്പർ വർക്കുകളും ഇതിന്റെ ഈ GSTയുടെ ടൂ മെനി കോംപ്ലിക്കേഷൻസ് ഒക്കെ അവർക്ക് ഒഴിവായി കിട്ടും. അതിലൊന്നും താല്പര്യമില്ലാത്ത പണ്ട് തൊട്ടേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എക്സ്ട്രാ GSTയിൽ കുറവൊന്നും വരുത്തൊന്നുമില്ല. GST റെഗുലർ ഡീലറും കോമ്പോസിഷൻ സ്കീമും ഒക്കെ ഒരേപോലെ തന്നെയാണ് പേ ചെയ്യേണ്ടത്. GSTയിൽ കുറവൊന്നുമില്ല, പക്ഷെ അവർക്കുള്ള ഒരു ബെനിഫിറ്റ് ഇതാണ്, അവർക്ക് കൂടുതൽ ഈ പേപ്പർ വർക്കുകളിൽ നിന്നും GSTയുടെ ടൂ മെനി കോംപ്ലിക്കേഷൻസിൽ നിന്നും ഒക്കെ ഒഴിവാകാം. ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. GST കളക്ട് ചെയ്യണ്ട അവർക്ക്. അതായത് റെഗുലർ ഡീലറായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഞാൻ, ഇപ്പൊ ശരവണ ഭവൻ, അവർ റെഗുലർ ഡീലറായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അവർ നമ്മുടെ കയ്യിൽ നിന്ന് GST മേടിക്കും ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ, അല്ലെ? ബില്ലിന്റെ കൂടെ GST അവർ കളക്ട് ചെയ്യത്തില്ലേ? അപ്പൊ അവർക്ക് കളക്ട് ചെയ്യണം. അവര് സാധനങ്ങൾ മേടിക്കുമ്പോൾ അവർ GST പേ ചെയ്യണം. ഇതിന്റെ എല്ലാം മന്ത്ലി ഉള്ളത് കളക്ട് ചെയ്ത GSTയുടെയും പേ ചെയ്ത GSTയുടെയും കണക്കൊക്കെ ബോധിപ്പിക്കാൻ നിൽക്കണം. റിട്ടേൺ ഫയൽ ചെയ്യണം, മന്ത്ലി പേ ചെയ്യണം ഇത് എമൗണ്ട് GST. അതേസമയം കോമ്പോസിഷൻ സ്കീം ആണെങ്കിൽ അവർക്ക് കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതായത് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഡീലറിന് GST കളക്ട് ചെയ്യാൻ യാതൊരു അവകാശവും ഇല്ല. കോമ്പോസിഷൻ സ്കീം ആണെങ്കിൽ കളക്ട് ചെയ്യാനുള്ള അവകാശമില്ല. അതേസമയം അവർ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കണം GST. അത് വേറൊരാൾക്കല്ലേ കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവർക്ക് ഒരുപാട് പേപ്പർ കോംപ്ലിക്കേഷൻസും GSTയുടെ ടൂ മെനി കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാം എന്നുള്ള ഒരു ബെനിഫിറ്റേ ഉള്ളൂ. പിന്നെ കണ്ടീഷൻ ഇതാണ്, 1.5 crore താഴെ ആയിരിക്കണം ടേൺ ഓവർ. നമ്മൾ പറഞ്ഞ പെർ ക്യാപിറ്റ ഇൻകം കുറഞ്ഞ സ്റ്റേറ്റ്സിന്റെ 75 lakh ആയിരിക്കണം.
താഴെ ആയിരിക്കണം ടേൺ ഓവർ. ഇനി അവർക്കുള്ള കണ്ടീഷൻസ് ഇതാണ്. കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും GST കളക്ട് ചെയ്യാനുള്ള റൈറ്റ് അവർക്കില്ല. അവരുടെ നെയിം ബോർഡിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം കോമ്പോസിറ്റ് ഡീലർ. GST നമ്പറിന്റെ താഴെയോ മുകളിലോ ആയിട്ട് പ്രത്യേകം നോട്ട് ചെയ്തിരിക്കണം കോമ്പോസിഷൻ ഡീലർ ആണ്, കോമ്പോസിറ്റ് ഡീലർ ആണ് എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം. ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അവർക്ക് കോമ്പോസിഷൻ ഡീലറായിട്ട് തുടരാൻ പറ്റൂ. ഇനി ഒരു ബിസിനസ് കോമ്പോസിഷൻ ഡീലറായിട്ട് തുടർന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ വർഷത്തെ അവരുടെ പ്രോഫിറ്റ് നോക്കിയപ്പോ 2 crore 1.5 crore മുകളിൽ പോയി. അവര് അന്നേരം തന്നെ റെഗുലർ ഡീലറിലോട്ട് മാറിക്കോണം. 1.5 crore എന്നുള്ള ലിമിറ്റ് എന്ന് അവരുടെ ബിസിനസ് ഓവർകം ചെയ്യുന്നു അന്ന് അവര് കോമ്പോസിഷൻ മാറി റെഗുലർ ഡീലർ ആയിരിക്കണം. ഇനി മാറിയില്ലെങ്കിലും വോളണ്ടറി ആയിട്ടും കോമ്പോസിഷനിൽ നിന്നും റെഗുലറിലേക്ക് മാറാം, നോ പ്രോബ്ലം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ കോമ്പോസിഷൻ ഡീലറിന് പ്രത്യേകിച്ച് ഗുഡ്സ് GSTയുടെ എമൗണ്ടിലൊന്നും കുറവൊന്നും വരത്തില്ല. പക്ഷെ ഇതാണ് സിറ്റുവേഷൻ, ഇതാണ്. അവർക്ക് ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഒരുപാട് പേപ്പർ വർക്കുകളും അക്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഒഴിവാക്കാം. ക്ലിയർ ആയോ? അപ്പൊ എഴുതിക്കോ എല്ലാ പോയിന്റ്സും. ഞാൻ ഡൗട്ട് വെച്ചോട്ടെ. ചോദിച്ചോ. അപ്പൊ ഈ കോമ്പോസിഷൻ ഡീലർ അവരുടെ ഒരു ബിസിനസ് നടത്തുമ്പോ അവര് ഈ സാധനങ്ങളൊക്കെ പിന്നെ സെയിൽ ചെയ്യൂലോ, അപ്പൊ അവർക്ക് അതിനകത്ത് GST ചെയ്യാൻ പറ്റത്തില്ലേ? ഇല്ല, GST കളക്ട് ചെയ്ത് സാധനത്തിന്റെ മാത്രം കോസ്റ്റേ മേടിക്കാൻ പറ്റൂ. അപ്പൊ ആ സാധനത്തിന് കറക്റ്റ് ഇപ്പം അതിന് എത്രയാണോ ആ പ്രൈസ് എമൗണ്ട് മാത്രമല്ലേ മേടിക്കാൻ പറ്റത്തില്ല, അതിന്റെ ഒരു ടാക്സ് ഒന്നും അറിയാൻ പറ്റത്തില്ല? ഇല്ലില്ല, ആഡ് ടാക്സ് വരില്ല. കോമ്പോസിഷൻ ഡീലർ ആണെങ്കിൽ GST കളക്ട് ചെയ്യാനുള്ള റൈറ്റ് അവർക്കില്ല. ഓക്കെ. അപ്പൊ അവര് പർച്ചേസ് ചെയ്യുമ്പോ സാധനം അവരുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ മാത്രം എന്ത് ടാക്സ് കൊടുക്കേണ്ടി വരും? ഓക്കെ. നമ്മള് ഇൻഡിവിജ്വൽ ആയിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മള് സാധനങ്ങൾ മേടിക്കുമ്പോ ടാക്സ് കൊടുക്കുന്നില്ലേ? നമ്മള് കളക്ട് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും കയ്യിൽ GST? ഇല്ല. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കോമ്പോസിഷൻ ഡീലർ ആയിട്ടുള്ള ഏതെങ്കിലും ഷോപ്പ് അങ്ങനെയൊന്നും ഇവിടെ നമ്മുടെ നാട്ടിൽ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. മേനക ഭാഗത്തോട്ട് പോയി നോക്കിയാ മതി. ആണല്ലേ? ഓക്കെ. അവര് തന്നെയല്ല മോനെ, അവര് പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് പ്ലസ് അവരുടെ പ്രോഫിറ്റ് കൂടി ഇട്ടായിരിക്കും അവര് സെയിൽ ചെയ്യുന്നത്. അതിനകത്ത് പിന്നെ അഡീഷണൽ GST കളക്ട് ചെയ്യാനുള്ള റൈറ്റ് അവർക്കില്ല. അത്രേ ഉള്ളൂ. ഞാൻ ഇതിനകത്ത് ഇതിപ്പോ നോബിള് പ്രിപ്പയർ ചെയ്തൊരു PPT ആണ്. അപ്പം പറയാത്ത കുറച്ച് പോയിന്റ്സ് കൂടെ ഞാൻ അഡീഷണൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ നോട്ട് ചെയ്തോണം കേട്ടോ. അതായത് നെയിം ബോർഡിൽ മെൻഷൻ ചെയ്തിരിക്കണം GST കോമ്പോസിഷൻ ഡീലർ ആണെന്നുള്ളത്. ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് അവർക്കില്ല. പിന്നീട് 1.5 crore മുകളിൽ എന്ന് പോകുന്നു അന്ന് അവർ റെഗുലർ ഡീലറായി മാറിയിരിക്കണം. പോയിന്റ്സ് ആണ് അതൊക്കെ. കോമ്പോസിഷൻ സ്കീമിന്റെ അടുത്ത സ്ലൈഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ സ്ലൈഡ് നിങ്ങൾക്ക് സ്ക്രീൻ കാണാമല്ലോ. ഈ സ്ലൈഡ് കഴിഞ്ഞ് ഇത്
വേണ്ട ഇതിനകത്തുനിന്ന് എഴുതിയെടുത്തോട്ടോ. ഇതിപ്പം ഇതൊന്നും എഴുതണ്ട. അതായത് GSTR 1, 2, 3B ആണ് എന്നൊന്നും വേണ്ട. കോമ്പോസിഷൻ ഡീലർ ക്വാർട്ടർലി ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോയിന്റ് എഴുതിക്കോട്ടോ. ഇപ്പൊ നോബിൾ പ്രിപ്പയർ ചെയ്ത PPT ആയതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു മിനിറ്റ് കൂടെ ഉള്ളൂ.